ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സ്, അതായത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂടുതലും രോഗലക്ഷണങ്ങളും അവയെ എങ്ങനെ പ്രതിരോധിക്കാം, പിന്നെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, ഇതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ത്രീയിൽ കൂടുതലും കണ്ടുവരുന്നത് 5 തരം ക്യാൻസേഴ്സിനെയാണ്. അപ്പോൾ ആദ്യത്തെ ക്യാൻസർ എന്ന് പറയുന്നത് ഒവേറിയൻ ക്യാൻസർ, അതായത് ഈ ഓവറി റിലേറ്റഡ് ആയിട്ട്, അതായത് ഓവറിനെ ഇൻഫെക്ട് ചെയ്യുന്ന, ഓവറി സെൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന ക്യാൻസറിനെ പറയുന്ന പേരാണ് ഒവേറിയൻ ക്യാൻസർ. രണ്ടാമത്തെ ക്യാൻസർ എന്ന് പറയുന്നത് സെർവൈക്കൽ ക്യാൻസർ, അതായത് ഒരു സ്ത്രീയുടെ സെർവിക്സിനെ അഫക്ട് ചെയ്യുന്ന ആ ഒരു ക്യാൻസറിനെ പറയുന്ന പേരാണ് സെർവൈക്കൽ ക്യാൻസർ. പിന്നെ മൂന്നാമത്തെ ഒരു ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസർ, അതായത് യൂട്രൈൻ ക്യാൻസർ. സ്ത്രീയുടെ യൂട്രസും ആയിട്ട് എഫക്ട് ചെയ്യുന്ന ആ ഒരു ക്യാൻസറിനെ പറയുന്ന പേരാണ് യൂട്രൈൻ ക്യാൻസർ. പിന്നെ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് വെജൈനൽ ക്യാൻസർ, അതായത് യോനി അർബുദം. ഈ ഒരു സ്ത്രീയുടെ വെജൈനൽ റീജിയനിൽ ഈ ഒരു ക്യാൻസർ കാണപ്പെടുന്നു, അത് വെജൈനൽ സെൽസിനെ മെയിൻലി ഇൻഫെക്ട് ചെയ്യുന്നു. പിന്നെ അവസാനമായിട്ട് കാണപ്പെടുന്ന ക്യാൻസറാണ് വൾവാർ ക്യാൻസർ, അതായത് സ്ത്രീയുടെ വൾവാർ റീജിയനിൽ ഇൻഫെക്ട് ചെയ്യുന്ന ആ സെൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന ക്യാൻസർ. ഈ ക്യാൻസർ മെയിൻലി ഉണ്ടാവാൻ കാരണം എന്തെങ്കിലും ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള കോശങ്ങളുടെ വളർച്ച. ഈ വളർച്ച കൂടുമ്പോഴാണ് അവ മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം അത് ക്യാൻസറിലേക്ക് എത്തിപ്പെടുന്നത്. അടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്, അതായത് ഏതൊക്കെ സ്ത്രീകളിൽ ഈ രോഗം, അതായത് ഈ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ഹിസ്റ്ററി. ഇപ്പൊ നിങ്ങളുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ഈ ഗൈനക്കോളജിക്കൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു രോഗം, ഈ ഒരു ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രായം. എത്ര വയസ്സ് കൂടുന്തോറും ആ ഒരു സ്ത്രീക്ക് ഈ ഒരു ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുകവലി കൂടുന്നുണ്ടെങ്കിൽ, പുകവലിക്കുന്ന സ്ത്രീയാണെങ്കിൽ അവർക്കും ഈ ഒരു ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഒരു സ്ത്രീ കൂടുതലും ഈ ഗർഭനിരോധന മരുന്നുകൾ, അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഇത് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഖേനയും ഹോർമോൺ വേരിയേഷൻ സംഭവിച്ച് ഈ ഒരു ഗൈനക്കോളജിക്കൽ ക്യാൻസർ അവർക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്ത് വന്നിട്ട് HIV, എയ്ഡ്സ് ഉണ്ടെങ്കിലും ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പങ്കാളികളുമായി ലൈംഗിക ബന്ധം പുലർത്തുകയാണെങ്കിൽ അവർക്കും ഈ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഈ ഒരു ഒവേറിയൻ അല്ലെങ്കിൽ യൂട്രൈൻ ഏത് തരം ഗൈനക്കോളജിക്കൽ ക്യാൻസർ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്. അപ്പൊ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രോഗലക്ഷണങ്ങളെ കുറിച്ചാണ്, അതായത് സിംറ്റംസ്. ഓരോ ക്യാൻസറിന്റെയും മേജർ സിംറ്റംസിനെ കുറിച്ചാണ്, അത് കൂടുതലും കണ്ടുവരുന്ന രോഗലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒവേറിയൻ ക്യാൻസർ, അതായത് അണ്ഡാശയ അർബുദം. ഈ അണ്ഡാശയ അർബുദം ഉള്ള ഒരു സ്ത്രീകളിൽ കൂടുതലും കണ്ടുവരുന്ന രോഗലക്ഷണമാണ്, ഒന്ന് വന്നിട്ട് ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ടൈം യൂറിൻ പാസ് ചെയ്യാൻ തോന്നും, അതായത് മൂത്രമൊഴിക്കാൻ തോന്നും. രണ്ടാമതായിട്ട് കാണപ്പെടുന്നതാണ് വയറുവേദന അല്ലെങ്കിൽ പെൽവിക് പെയിൻ, ബാക്കിലേക്കുള്ള ഒരു വേദന, അങ്ങനെ ഒരു റേഡിയേറ്റ് ചെയ്ത് പോകും, വേറൊരു ഭാഗത്തേക്ക് അങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ തോന്നും. പിന്നെ അടുത്ത് തോന്നുന്നത് ഒരു വയറിലേക്ക് ഒരു വീക്കം, എവിടെയെങ്കിലും ഒരു വീക്കം പോലെയൊക്കെ തോന്നും. അപ്പൊ ഇതാണ് ആദ്യത്തെ, അതായത് അണ്ഡാശയ ക്യാൻസർ, അത് അണ്ഡാശയ അർബുദം ഉള്ള ഒരു സ്ത്രീകളിൽ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പൊ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് യൂട്രൈൻ ആൻഡ് സെർവൈക്കൽ ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങൾ. ഈ ഒരു വ്യക്തിയിലും കൂടുതലായിട്ട് വെജൈനൽ ബ്ലീഡിങ് ഉണ്ടാവാം. അത് നമുക്ക് പീരീഡ്സ് പോലെ തോന്നും, പക്ഷെ അതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ ഒരു വ്യക്തി ആർത്തവവിരാമം കഴിഞ്ഞ്, അതായത് ആർത്തവവിരാമത്തിന് ശേഷവും ഈ ഒരു വെജൈനൽ ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെജൈനൽ ഡിസ്ചാർജ്, അതായത് യോനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈറ്റിഷ് കളർ, എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവും. കൂടുതൽ ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. അത് രണ്ടാമത്തെ സിംറ്റംസ്. മൂന്നാമതായിട്ട് കാണപ്പെടുന്നതാണ് അടിവയർ വേദന അല്ലെങ്കിൽ പെൽവിക് പെയിൻ, തുടർച്ചയായ അടിവയർ വേദന അല്ലെങ്കിൽ വയറുവേദന. ഇതാണ് ഇപ്പൊ ഒരു വ്യക്തിക്ക് യൂട്രൈനോ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടെങ്കിൽ കൂടുതലും കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് യോനി അർബുദം, അതായത് വെജൈനൽ ക്യാൻസർ. ഈ ഒരു ക്യാൻസറിലും കൂടുതലും കാണപ്പെടുന്ന സിംറ്റംസ് ആണ് ഒന്ന് വെജൈനൽ ബ്ലീഡിങ് അല്ലെങ്കിൽ വെജൈനൽ ഡിസ്ചാർജ്. പിന്നെ കാണപ്പെടുന്നത്
നമ്മുടെ വെജിനയുടെ അതായത് യോനിയുടെ ഭാഗത്തായിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കട്ടി പോലെ തോന്നും. അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഒരു വെജിനൽ ക്യാൻസറിന്റെ സിംറ്റം ആയിട്ട് നമുക്കിത് കണക്കാക്കാം. അപ്പൊ ഇതാണ് ഈ വെജിനൽ ക്യാൻസറിൽ കൂടുതലും കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പൊ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൾവാർ ക്യാൻസർ. ഇപ്പൊ ഒരു വ്യക്തി വൾവാർ ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലും കാണപ്പെടുന്നത് ഈ വൾവാർ ഭാഗത്ത് കൂടുതലും ഒരു ചൊറിച്ചിൽ ഉണ്ടാവാം. പിന്നെ രണ്ടാമതായിട്ട് കൂടുതലും കാണപ്പെടുന്നത് ഇപ്പൊ ഒരു വ്യക്തിക്ക് UTI ഉണ്ടെങ്കിലും നമ്മൾക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് മൂത്രം ഒഴിക്കുമ്പോൾ അത് മൂത്രം യൂറിൻ പാസ് ചെയ്യുമ്പോൾ കൂടുതലും ഒരു എരിഞ്ഞ പോലൊരു വേദനയോ അല്ലെങ്കിൽ എരിയുന്ന പോലെയോ തോന്നലുണ്ടാവും. അതും ഈ ഒരു വൾവാർ ക്യാൻസറിന്റെ സിംറ്റം ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം. പിന്നെ കാണപ്പെടുന്നത് വെജിനൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ഒരു വെജിനൽ ഡിസ്ചാർജ് ഉണ്ടാവാം. അപ്പൊ ഇതാണ് ഈ ഒരു 5 ഈ ഓരോ ക്യാൻസറിൽ കൂടുതലായി കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ. അപ്പൊ അടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്, അതായത് കൂടുതലും യൂസ് ചെയ്യുന്ന, അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു രോഗം ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം. കൂടുതലും യൂസ് ചെയ്യുന്നത് ഒരു കോൾപോസ്കോപ്പി, അതായത് സർവിക്സിന്റെയോ വേറെ ഏതെങ്കിലും വൾവ ഒരു വെജിനൽ ക്യാൻസർ ഈ കോൾപോസ്കോപ്പി പ്രൊസീജിയർ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അടുത്തത് പാപ്സ്മിയർ ടെസ്റ്റ്, അതായത് സർവിക്സിലെ സെർവൈക്കൽ ക്യാൻസറിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നടത്തുന്ന ടെസ്റ്റിന്റെ പേരാണ് പാപ്സ്മിയർ ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബയോപ്സി, അതായത് സെൽസിനെ ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവിടെ വല്ല ക്യാൻസർ ഉണ്ടോ, ഏത് സെൽസിലാണ് ക്യാൻസർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബയോപ്സി. പിന്നെ ബ്ലഡ് ടെസ്റ്റ്, USG, ഇതൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഈ ഒരു വ്യക്തിയിൽ ഒരു ക്യാൻസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. നെക്സ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെന്റ് മെത്തേഡ്. കൂടുതലും ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉദ്ദേശിക്കുന്നത് ഒരു സർജറി അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഒരു കീമോതെറാപ്പി. ഒരു വ്യക്തിയിൽ ഈ ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ കൂടുതലും ഒരു സർജറിയിലൂടെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. സർജറി കഴിഞ്ഞിട്ട് ഒരു കീമോതെറാപ്പി അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ തെറാപ്പി മുഖേന നമുക്കിത് ഫോളോ അപ്പ് ചെയ്ത് ഈ ഒരു രോഗം പിന്നെ മൂർച്ഛിക്കാതിരിക്കാനും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് പറ്റും. ഇനി നമുക്ക് ഈ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിനെ എങ്ങനെ തടയാൻ പറ്റും. കൂടുതലായിട്ടും ഇപ്പോൾ വയസ്സ് കൂടുന്തോറും ഈ ഗൈനക്കോളജിക്കൽ ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതലായിട്ടും നിങ്ങൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇനീഷ്യലി ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഗർഭനിരോധന മാർഗം. കൂടുതലായിട്ടും ഇപ്പോഴുള്ള സ്ത്രീകൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. ഈ പിൽസ് മെത്തേഡ് ഒഴിവാക്കിയിട്ട് ഒരു കോണ്ടം വഴി നമുക്ക് ഇതിനെ ഗർഭം നിരോധനം നടത്തുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും പുകവലി ഒഴിവാക്കുക. പിന്നെ HIV വരാതെ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും. പിന്നെ ഒന്നിൽ കൂടുതൽ പങ്കാളികളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്താതിരിക്കുക, അതും ഇതിൻ്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ വന്നിട്ട് പൊണ്ണത്തടി, അതായത് കറക്റ്റ് രീതിയിൽ നല്ലൊരു രീതിയിൽ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതും പ്രതിരോധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എളുപ്പമാർഗങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.